അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കൻ കൺട്രി അല്ലെങ്കിൽ ദക്ഷിണ അമേരിക്കൻ രാജ്യം ധാരാളം ചെറിയ 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 രാജ്യങ്ങളായിരുന്നു ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിൽ ഉണ്ടായിരുന്നു. അതിലെ ഒരു നഗരമായിരുന്നു പെറു എന്ന് പറയുന്ന രാഷ്ട്രം. അപ്പോൾ ആ പെറു എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, ബൊളീവിയ, അർജന്റീന, ചിലി തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ട്. ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കെല്ലാം യൂറോപ്യൻ ഡോമിനേഷൻ കടന്നു വരുന്നു. എസ്പെഷ്യലി സ്പെയിൻ ആൻഡ് പോർച്ചുഗീസ് started their domination over Latin American countries. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഈ രാജ്യങ്ങളിലേക്ക് സ്പെയിനിന്റെയും പോർച്ചുഗീസിന്റെയും നേതൃത്വത്തിലാണ് പ്രധാനമായിട്ടും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി കടന്നത്. പ്രത്യേകിച്ച് പോർച്ചുഗീസിന്റെ നേതൃത്വത്തിൽ. അപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പോർച്ചുഗീസിന്റെയും സ്പെയിനിന്റെയും നേതൃത്വത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്ത് പാബ്ലോ നെരൂദ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള പാബ്ലോ നെരൂദയുടെ ഒരു പോയത്തിന്റെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് the abundance of resources. പാബ്ലോ നെരൂദയുടെ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്ന് പറയുന്നത്, മാച്ചു പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ മലനിരകൾ പെറു എന്ന് പറയുന്ന രാജ്യത്തിൽ ഉണ്ട്. അപ്പോൾ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചുവിൻ്റെ ഉയരങ്ങളെക്കുറിച്ചും അതിൻ്റെ താഴ്വാരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹം ആ പോയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചും അവിടുത്തെ ജീവിതങ്ങളെക്കുറിച്ചും ആ പോയത്തിൽ പാബ്ലോ നെരൂദ സൂചിപ്പിക്കുന്നു. അപ്പോ അതിനകത്ത് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചുവിൽ സൂചിപ്പിക്കുന്നത് അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ സമൃദ്ധി അവിടെ ഉണ്ടായിരുന്നു. കൾട്ടിവേറ്റഡ് മൈസ്, ചോളം കൃഷി വ്യാപകമായിട്ടുണ്ടായിരുന്നു. കൾട്ടിവേറ്റഡ് മൈസ്. അടുത്തത് അറേഡ് ഷീപ്സ്, ചെമ്മരിയാടുകളെ ഇണക്കി വളർത്തിയിരുന്നു. അക്വേഡ് വെൽത്ത് ത്രൂ ട്രേഡ്സ്, വാണിജ്യങ്ങളിലൂടെ സമ്പത്ത് കൈവരിച്ചിരുന്നു. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള പെറുവിലെ ജനങ്ങളുടെ ജീവിത രീതി എന്ന് പറയുന്നത് അവിടെ വിഭവങ്ങളുടെ സമൃദ്ധി ഉണ്ടായിരുന്നു. അബണ്ടൻസ് ഓഫ് റിസോഴ്സസ്, ധാരാളമായിട്ട് വിഭവ സമൃദ്ധി ഉണ്ടായിരുന്നു. കൾട്ടിവേറ്റഡ് മൈസ്, അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് ചോളം കൃഷിയായിരുന്നു. അതോടൊപ്പം തന്നെ റേഡ് ഷീപ്സ്, അവർ എന്തിനെ, ആ ചെമ്മരിയാടുകളെ ഇണക്കി വളർത്തിയിരുന്നു. അക്വേഡ് വെൽത്ത് ത്രൂ ട്രേഡ്സ്, അവർ വാണിജ്യങ്ങളിലൂടെ അവർ ധാരാളമായിട്ട് സമ്പത്ത് കൈവരിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയും ഇവിടത്തെ ഈ പെറു എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യമാണ്. ആ ജീവിത സാഹചര്യത്തെ കുറിച്ചാണ് പാബ്ലോ നെരൂദ തൻ്റെ പ്രധാനപ്പെട്ട ആ പോയമായിട്ടുള്ള ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചുവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാഠ്യഭാഗത്തിലേക്ക് പ്രധാനമായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ പെറു ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിലേക്ക് സ്പെയിനിന്റെയും പോർച്ചുഗീസിന്റെയും ഡോമിനേഷൻ കടന്നു വരുന്നു, ആധിപത്യം കടന്നു വരുന്നു. അപ്പൊ സ്പെയിനിന്റെയും പോർച്ചുഗീസിന്റെയും നേതൃത്വത്തിലുള്ള ഒരു ഡോമിനേഷൻ, ഒരു ആധിപത്യം ആ രാജ്യങ്ങളിലേക്ക് കടന്നു വരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ റിച്ച് എക്കോണമിക് റിസോഴ്സസ്, അവിടെ വളരെ സമ്പന്നമായിട്ട് സമ്പദ് വ്യവസ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ്
colonized the Latin America to exploit this economic richness. അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുക. ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥിതിയെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരുടെ ലക്ഷ്യം? യൂറോപ്യൻ രാജ്യങ്ങൾ, എസ്പെഷ്യലി സ്പെയിൻ. പ്രധാനമായിട്ടും ആരാണ്? സ്പെയിനും ഉണ്ട്, പോർച്ചുഗീസും ഉണ്ട്. എന്നാൽ പോലും പ്രധാനമായിട്ടും മുന്നിൽ നിന്നത് ആരായിരുന്നു? സ്പെയിൻ ആയിരുന്നു. അതുകൊണ്ട് സ്പെയിനിന്റെ നേതൃത്വത്തിൽ ഇവർ അവിടുത്തെ എന്ത് കൊള്ളയടിക്കുക? എക്കണോമിക് റിച്ച്നെസ് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അടുത്തത്, The Spanish and Portuguese propagated their language. എന്നിട്ടോ ആ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയിലേക്ക് വന്നിട്ട് വെറുതെ ഇരുന്നില്ല. അവിടെ വന്നിട്ട് അവർ ആദ്യം ചെയ്തത് they propagated their language, പിന്നെയോ religion and customs there. തങ്ങളുടെ ഭാഷ, തങ്ങളുടെ മതം, തങ്ങളുടെ ആചാരം അത് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. നോക്കുക, യൂറോപ്യന്മാർ ലാറ്റിൻ അമേരിക്കയിലേക്ക് വന്നതിന് ശേഷം അവിടെ തങ്ങളുടെ മതം, തങ്ങളുടെ ഭാഷ, തങ്ങളുടെ ആചാരങ്ങൾ അതവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ the Spanish and Portuguese propagated their language, religion and customs there. They built houses and churches in Spanish style. പിന്നെയോ അവിടെ കെട്ടിടങ്ങൾ പണിതു, അതോടൊപ്പം പള്ളികൾ പണിതു. അതൊക്കെ തന്നെ പണിതത് സ്പാനിഷ് മാതൃകയിലായിരുന്നു. അപ്പോൾ സ്പാനിഷ് മാതൃകയിൽ അവിടെ പള്ളികളും അതോടൊപ്പം തന്നെ പിന്നെ എന്തും പണിതു? പള്ളികളും പണിതു, അതോടൊപ്പം തന്നെ അവിടെ കെട്ടിടങ്ങളും പണിതു. ഇപ്പോൾ സ്പെയിൻകാരുടെ എന്താണ് കെട്ടിട നിർമ്മാണ രീതി എവിടേക്ക് കൊണ്ടുവരുന്നു? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം അവിടുത്തെ എന്ത് ചെയ്യുക? എക്കോണമിയെ എന്ത് ചെയ്യുക? കൊള്ളയടിക്കുക, അവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് ആദ്യം വന്ന് തങ്ങളുടെ ഭാഷ, തങ്ങളുടെ സംസ്കാരം, തങ്ങളുടെ ആചാരം ഇതെല്ലാം അവിടെ പ്രചരിപ്പിച്ചു. പിന്നെയോ they build houses and churches in Spanish style. സ്പെയിൻകാരുടെ മാതൃകയിൽ അവിടെ പള്ളികൾ പണിതു, കെട്ടിടങ്ങൾ പണിതു. പിന്നെയോ several schools were established for imparting Spanish system of education. സ്പെയിൻകാരുടെ വിദ്യാഭ്യാസ രീതി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ അവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു. ആലോചിച്ച് നോക്കി, അവിടേക്ക് വന്ന് അവിടെ സ്കൂളുകൾ പോലും സ്ഥാപിച്ചു. They started several schools for imparting Spanish system of education. The Spanish system of education അവിടെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ അവർ ധാരാളമായിട്ട് സ്കൂളുകൾ സ്ഥാപിച്ചു. സ്പെയിൻകാർ ചെയ്തത് ആദ്യം അവിടുത്തെ മതവും ആചാരവും സംസ്കാരവും ഇതെല്ലാം അവരുടെ രീതിയിലുള്ള സംസ്കാരങ്ങളെല്ലാം ലാറ്റിൻ അമേരിക്ക അടിച്ചേൽപ്പിച്ചു. രണ്ടാമത് അവിടെ കെട്ടിടങ്ങൾ പണിതു, പള്ളികൾ പണിതു. മൂന്നാമത് ചെയ്യുന്ന കാര്യമോ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. സ്പെയിൻകാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. ഇനി അടുത്ത ചെയ്യുന്ന കാര്യം, the Spanish farming methods were adopted there. നോക്കുക, സ്പെയിൻകാരുടെ കാർഷിക രീതികൾ അവിടെ പ്രചരിപ്പിച്ചു. സ്പെയിൻകാരുടെ കൃഷി, അപ്പോൾ സ്പെയിനിലെ കാർഷിക വിഭവങ്ങൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൃഷി ആരംഭിച്ചു. Spanish farming methods and crops were introduced. Spanish farming method and crops were introducud. അപ്പോൾ ആ സ്പാനിഷ് വിഭവങ്ങളും അതോടൊപ്പം തന്നെ ധാന്യങ്ങളും ഒക്കെ തന്നെ അവിടുത്തെ കൃഷി രീതികളും എല്ലാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ സ്പെയിൻകാർ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലേക്ക് വന്നതിന് ശേഷം അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി
ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻസ് ടു ദ ലാറ്റിൻ അമേരിക്കൻസ്. പിന്നെയോ ആ യൂറോപ്യന്മാരിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് പുതിയ പുതിയ ഡിസീസസ്, പകർച്ചവ്യാധികൾ ഉണ്ടായി. അപ്പോൾ യൂറോപ്യന്മാരിൽ നിന്നും ഒരുപാട് യൂറോപ്യന്മാർ, സ്പെയിൻകാരും പോർച്ചുഗീസുകാരും എല്ലാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പല വിധത്തിലുള്ള പകർച്ചവ്യാധികൾ, പുതിയ പുതിയ അസുഖങ്ങൾ, ഇതുവരെ ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങൾക്ക് ആ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ അസുഖങ്ങൾ അവിടേക്ക് കടന്നു വരുന്നു. പുതിയ പുതിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഇപ്പോൾ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും വന്നു. അവർ വന്നതിന് ശേഷം അവിടെ പള്ളികൾ പണിതു, ക്ഷേത്രങ്ങൾ പണിതു, അവരുടെ മാതൃകയിൽ അവരുടെ മതങ്ങൾ കൊണ്ടുവന്നു, ആചാരങ്ങൾ കൊണ്ടുവന്നു. പിന്നെയോ അവിടുത്തെ കാർഷിക രീതികൾ കൊണ്ടുവന്നു, അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു, എല്ലാ സമ്പ്രദായങ്ങളും കൊണ്ടുവന്നു. പിന്നെയോ അവർ പിന്നെ കൊണ്ടുവന്നു അവരുടെ അസുഖങ്ങൾ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ എന്താണ്, അവരുടെ പുതിയ പുതിയ മാതൃകകൾ കൊണ്ടുവന്നെങ്കിൽ പോലും അവിടെ പുതിയ പുതിയ പകർച്ചവ്യാധികളും യൂറോപ്യന്മാരുടെ കടന്നുവരവോടുകൂടി സ്പെയിനില് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായി. പിന്നെയോ racial discrimination was enforced towards the natives of all walks of life. തദ്ദേശവാസികളായിട്ടുള്ള ജനവിഭാഗങ്ങൾ എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾ, പ്രത്യേകിച്ച് എസ്പെഷ്യലി റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ മീൻസ് വർണ്ണവിവേചനം, വർണ്ണവെറി, നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ്. അതാണ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളിലും എന്തുണ്ടായിരുന്നു, വർണ്ണ വിവേചനങ്ങൾ പ്രകടമായിരുന്നു. അപ്പോൾ അവിടെ പുതിയ പുതിയ അല്ലെങ്കിൽ വർണ്ണ വിവേചനങ്ങൾ പ്രകടമായിരുന്നു. They looted the resources and wealth of the Latin American people. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ ജനവിഭാഗത്തെ എല്ലാ രീതിയിലും കൊള്ളയടിച്ചു. ഇപ്പോൾ യൂറോപ്യന്മാർ വന്ന് looted എന്ന് പറയുന്നതാണ് കൊള്ളയടിക്കുക. They looted the resources. അവിടുത്തെ വിഭവങ്ങളെല്ലാം കൊള്ളയടിച്ചു. അവിടുത്തെ ആ മതവികാരങ്ങളെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഭാഷയെയും എല്ലാം കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ ആരുടെ ഇടയിൽ നിന്നുണ്ടായി? ആരുടെ ഇടയിൽ നിന്നും? യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി. അങ്ങനെ വർണ്ണവിവേചനങ്ങൾ വന്നു, ജനങ്ങളുടെ ഇടയിൽ വേർതിരിവുണ്ടായി. പിന്നെയോ റെവല്യൂഷൻസ് തുടർന്ന്. അപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. യൂറോപ്യന്മാർ വന്ന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ വന്നപ്പോൾ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ, ദ നേറ്റീവ്സ്, ദ റെവല്യൂഷൻസ് ലെഡ് ബൈ ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ, സൈമൺ ബൊളിവാർ, അങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് രംഗത്ത് വന്ന ആ പേരുകൾ ശ്രദ്ധിച്ചോളൂ. സൈമൺ ബൊളിവാർ ലാറ്റിൻ അമേരിക്കൻ ലിബറേഷൻ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത ആളുകളായിരുന്നു സൈമൺ ബൊളിവാർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ. സൈമൺ ബൊളിവാർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ, ഇത്രയും പേരാണ് ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ സ്പെയിനിൻ്റെയും പോർച്ചുഗീസിൻ്റെയും ആധിപത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ റെവല്യൂഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ലിബറേഷൻ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തിരുന്നത് സൈമൺ ബൊളിവാർ, ജോസ് ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാൻഡ തുടങ്ങിയവരായിരുന്നു. അങ്ങനെ സൈമൺ ബൊളിവാറിൻ്റെയും ജോസ് ഡി സാൻ മാർട്ടിൻ്റെയും ഫ്രാൻസിസ്കോ മിരാൻഡയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ടു ബി ഇൻഡിപെൻഡന്റ്. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുകയാണ് ചെയ്തത്. Latin American countries become independent under the leadership of Simon Bolivar, Jose de San Martin, Francisco Miranda. അപ്പോൾ സൈമൺ ബൊളിവറിൻ്റെയും ജോസ് ഡി സാൻ മാർട്ടിൻ്റെയും ഫ്രാൻസിസ്കോ മിരാൻഡയുടെയും നേതൃത്വത്തിൽ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് സ്വാതന്ത്ര്യം നേടി. പല ഘട്ടങ്ങളിലായിട്ടാണ് സ്വാതന്ത്ര്യം നേടിയത്. അത് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നൊന്നും നിങ്ങൾ വിശദീകരിച്ച് പഠിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പാബ്ലോ നെരൂദയുടെ ഹൈഡ്സ് ഓഫ് മാച്ചു പിച്ചുവിൽ പ്രതിപാദിച്ചിരുന്നത് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചാണ്. അത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കും.
പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ഡോമിനേഷന്റെ ഇമ്പാക്ട് ഏതൊക്കെ രൂപത്തിലാണ്, യൂറോപ്യൻ ആധിപത്യം ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ ജനജീവിതത്തെ സ്വാധീനിച്ചത്. അത് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളാണ്, അത് നിങ്ങൾ അടയാളപ്പെടുത്തിക്കൊള്ളണം. പ്രധാനമായിട്ടും ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ് റിലിജൻ. അവിടെ തുടങ്ങണം. ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ് റിലീജിയൻസ് ആൻഡ് കസ്റ്റംസ് ദെയർ. അവിടെ തുടങ്ങി ഈ പാരഗ്രാഫ് തീരുന്നത് വരെ നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ടായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 4 മാർക്സിന് പരീക്ഷയ്ക്ക് എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് വളരെ ചുരുക്കി നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് വളരെ വിശദമായിട്ടൊന്നും അതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനിയിപ്പോൾ ചൈനീസ് റവല്യൂഷൻ. അപ്പോൾ ചൈനീസ് റവല്യൂഷൻ കൂടെ എടുക്കുന്ന സമയത്തോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാഠത്തിൻ്റെ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് തന്നെ ഒരു ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു എക്സാം എന്നുള്ള രൂപത്തിലേക്ക് തന്നെ നമുക്ക് പോകാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങളുടെ നേരത്തെ ഇതിലുണ്ടായിരുന്ന നിങ്ങൾ 3 റവല്യൂഷൻസ് പഠിച്ചവരാണ്. ആ 3 റവല്യൂഷനെ കുറിച്ചുള്ള എക്സാമിൻ്റെ വാല്യൂഷൻ കഴിഞ്ഞു. അതിനകത്ത് ഇനി ഒരുപാട് പേർ അറ്റൻഡ് ചെയ്യാനുണ്ട്. അവരും കൂടി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ കളക്ട് ചെയ്ത് അതുകൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്.